വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹോദരി ഭർത്താവ് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വരുന്നത്. ഒഡീഷ സ്വദേശി അഭയ ബറോയാണ് മരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെയാണ് തലയിൽ നിന്നും രക്തം വാർന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണത്തിലാണ് യുവാവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. സഹോദരിയുടെ ഭർത്താവ് മനോജ് കുമാർ നായിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: സഹോദരിക്കും അവരുടെ ഭർത്താവ് മനോജ് കുമാർ നായിക്കിനുമൊപ്പം തൃക്കണ്ണമംഗലത്താണ് അഭയ ബറോയ താമസിച്ചു വന്നിരുന്നത്. അവരുമായി വഴക്കുണ്ടായി നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ ഇയാൾ വീട് വിട്ടിറങ്ങി. മനോജ് കുമാർ നായിക് തിരക്കി ഇറങ്ങിയപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ അർബൻ ബാങ്കിന് സമീപം റോഡിന്റെ വശത്ത് കിടക്കുന്നത് കണ്ടു. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സിമന്റ് കട്ട കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കൊട്ടാരക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മനോജ് കുമാർ നായിക് പിടിയിലായത്. ന്യൂസ് 18 കൊട്ടാരക്കര.